ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ പൈത്തണിന്റെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. അപ്പോൾ അത് ഒരു ഡാറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെല്ലാം ബേസിക് കാര്യങ്ങൾ എന്തെല്ലാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ ഒരു ഡാറ്റ അനലിസ്റ്റിന് ആവശ്യമായ ലൈബ്രറീസ്, പൈത്തണിന്റെ ലൈബ്രറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡാറ്റ അനലിസ്റ്റിലേക്ക് സ്റ്റെപ്പ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ലൈബ്രറീസ് ആണ്. ഓക്കെ, നമ്പർ ലൈബ്രറി പൈത്തൺ. അപ്പോൾ നമുക്കറിയാം നമ്മൾ പൈത്തൺ ആണെങ്കിൽ പോലും ഓഫ്ലൈൻ പൈത്തൺ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ കൊലാബിൽ വെച്ചിട്ടാണ് പൈത്തണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇവിടെ നമ്പർ ലൈബ്രറി ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ കൊലാബിൽ തന്നെയാണ് നമ്പർ ലൈബ്രറിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആദ്യം നമുക്ക് നോക്കാം. ഈ നമ്പർ ലൈബ്രറി പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പൈത്തൺ എന്നതിന്റെ ഷോർട്ടാണ് നമ്പർ ലൈബ്രറി. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പൈത്തണിലെ ജനറൽ ആയ കാര്യങ്ങളിൽ പ്ലസ്, അഡീഷൻ, മൈനസ്, സബ്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ മറ്റു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, മീഡിയൻ, മീന്, അവറേജ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. പക്ഷെ അതിനേക്കാളും ഒരു ഡാറ്റ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ലൈബ്രറി യൂസ് ചെയ്താൽ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയ റിസൾട്ടുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ നമ്പർ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ലൈബ്രറി എങ്ങനെ ഈ കൊളാബിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇമ്പോർട്ട് എന്നുള്ള കമാൻഡ് അടിക്കുക. ഇമ്പോർട്ട് നമ്പർ ആസ് NP ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്താൽ മതി. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. സോറി, ആസ് വന്നിട്ടില്ല, ആസ് NP. ഓക്കെ, അപ്പോൾ ഇത് റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഈ നമ്പർ ലൈബ്രറി എല്ലാം ഒരു പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ച ഒരുപാട് ഫംഗ്ഷനുകളുടെ ഒരു കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രീ ഡിഫൈൻ ചെയ്ത കാര്യത്തെ നമ്മൾ ഈ കൊളാബിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് എന്നുള്ള കമാൻഡ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഏതാണ് വേണ്ടത്, നമ്പർ എന്നുള്ള ലൈബ്രറി പ്രീ ഡിഫൈൻ ചെയ്തിട്ട് ഒരു ക്ലാസ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ഫങ്ഷൻസ്, ക്ലാസ്സും ഇതെല്ലാം നമ്മൾ പഠിച്ചല്ലേ, ആ ഫങ്ഷനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൺസോൾട്ടേറ്റ് ഫോമാണ്. ഓക്കെ, ന്യൂമറിക്കൽ ന്യൂമറിക്കൽ കാൽക്കുലേഷനും ആസ്പെക്ടസും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്പർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ട് നമ്പർ ആസ്, നമുക്ക് ഈ നമ്പർ എന്നുള്ളത് ഈ ഷോർട്ടായിട്ട് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയത് ഈ NP എന്നുള്ള രീതിയിലാണ്. ഇത് ജനറൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതിന് പകരം NPക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും AB എന്നോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്ത് പോരുന്ന ഒരു കൺവെൻഷൻ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ NP ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ NP എന്തിനാണ് NP എന്നാക്കിയത് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ആദ്യമായിട്ട് ഒരു വേരിയബിൾ A എന്നുള്ള വേരിയബിൾ എടുക്കുന്നു. എന്നിട്ട് ഈ A എന്നുള്ള വേരിയബിളിലേക്ക് ഞാൻ എന്താക്കുന്നത്, NP ഡോട്ട്, അതായത് നമ്പറിന്റെ ലൈബ്രറി NP ഡോട്ട് അറേ, ഒരു അറേനെ ഉണ്ടാക്കാം. NP ഡോട്ട് അറേ എന്താണ് നമ്മൾ പൈത്തണിൽ നോക്കിയതാണ്. NP ഡോട്ട് അറേ, എനിക്ക് എന്താണ് വേണ്ടത്, റേഞ്ച് ഓഫ് ഒരു 10 എന്നുള്ള സ്റ്റാർട്ടിങ് മുതൽ 10 വരെയുള്ള ഒരു അറേ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അതുണ്ടായിട്ടുണ്ട്. ഇനി അത് സക്സസ്ഫുൾ റൺ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഈ അറേ നമുക്ക് കിട്ടി. ഇത് സിംഗിൾ ഡയമെൻഷൻ അറേയാണ്. 0 മുതൽ 9 വരെ എലമെന്റ് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഡാറ്റകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഡയമെൻഷൻ അറിയണമെങ്കിൽ A.dim വെച്ചാൽ മതി. A.dim പറഞ്ഞാൽ അത്
സോറി a dot dim അല്ല തെറ്റിപ്പോയി. a dot n dim എന്നടിക്കണം കേട്ടോ. n dim പറഞ്ഞാൽ വെറും dim ആണെങ്കിൽ പൈത്തണിൽ നമ്മൾ dim എന്ന് അടിച്ചാൽ മതി. ഇത് നമ്പൈൻ്റെ ആയതുകൊണ്ട് n dim എന്നടിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ഡയമെൻഷൻ അറേയാണ്. അതിൽ എത്ര എലമെന്റ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അതിന് a ഡോട്ട് ഷേപ്പ് നടിച്ചാൽ മതി. ഈ അറേക്ക് എത്ര ഉണ്ടോ? 10 എലമെന്റ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 9 വരെയുള്ള എലമെന്റിൽ ടോട്ടൽ 10 എലമെന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇതൊരു സിംഗിൾ ഡയമെൻഷൻ അറേയാണ്. ഇതേപോലെ നമുക്ക് 2D അറേയും 2 ഡയമെൻഷൻ അറേയും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിൽ A2 np ഡോട്ട് np എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഷോർട്ടാണ്. അറേ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ഈ സ്ക്വയർ ബ്രാക്കറ്റ് 2 ഡയമെൻഷന്റെ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിൽ സാധാ സിംഗിൾ ഡയമെൻഷന്റെ എന്തെല്ലാം ഉണ്ടോ ഡാറ്റകൾ ഉണ്ടോ അത് നമുക്ക് എഴുതാം. 1 2 3 ദെൻ കോമ എടുത്തിട്ട് വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. 33 58 9 ദെൻ ഒരു കോമയും കൂടി ഇടാം. 23 99 0. എന്നിട്ട് ഇത് റൺ ചെയ്യാം. അപ്പോൾ അത് സക്സസ്ഫുൾ ആയി റൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് അറിയണമെങ്കിൽ A2 ഡോട്ട് n dim നടിച്ചാൽ മതി. ഓക്കെ, A2 ഡോട്ട് n dim. 2 ഡയമെൻഷണൽ അറേ ആണ് ഇത്. 2 ഡയമെൻഷൻ വെക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് അതിന് കറസ്പോണ്ട് ആയിട്ടാണ് അറേ എന്നുള്ള നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ ഷേപ്പ് അറിയണമെങ്കിലോ A2 ഡോട്ട് ഷേപ്പ് അതോ A ഡോട്ട് അല്ല A2 ഡോട്ട് അടിക്കണം. 3x3 വെക്ടറാണ് ഇത്. ഓക്കെ, അങ്ങനെയാണ് 3x3 3 റോയും 3 കോളം ഉണ്ടാകുന്ന രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കണം. നമുക്ക് A2 ഒന്ന് ജസ്റ്റ് നോക്കാം. A2 എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ല, ഇതേപോലെ 3x3 വെക്ടറായിട്ട് നമുക്ക് കിട്ടി. മനസ്സിലായത്? ഇനിയിപ്പോ ഇത് നമ്മൾ ഷേപ്പും അതേപോലെ തന്നെ ഇതിന്റെ സൈസും സെപ്പറേറ്റ് റൺ ചെയ്ത് ഒറ്റ ഇതിൽ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് അടിച്ചു കൊടുത്താൽ മതി. പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. A2 ഡോട്ട് n dim കോമ A2 ഡോട്ട് ഷേപ്പ് റൺ ചെയ്താൽ മതി. അപ്പോൾ രണ്ടും ഒന്നിച്ചനെ കിട്ടും. 2 ഡയമെൻഷൻ സൈസ്, ഇതിന്റെ സൈസ് 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷൻ അറേയാണ്. ഡയമെൻഷൻ 2 ഡയമെൻഷൻ ആണ്. അതാണ് ഈ 2 കാണിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് 3x3 ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ചെയ്തത് അറേ എന്ന് പറഞ്ഞിട്ട് അറേ ഒന്നിച്ച് ഇവിടെ എഴുതി കൊടുത്താണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഇതാണെങ്കിൽ np ഡോട്ട് അറേ റേഞ്ച് ഓഫ് 10 വരെയുള്ള റേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ഈ റേഞ്ച് ഇങ്ങനെ അല്ല വേണ്ടേ, സ്റ്റെപ്പ് സൈക്കിൾ വേണം. മീൻസ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ 3 വരണം, 3 7 അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് നമ്പർ അറേ ഉണ്ടാക്കണമെങ്കിൽ അതും സാധിക്കും. ഉദാഹരണത്തിന് b ഈക്വൽ ടു np ഡോട്ട് അറേഞ്ച് എന്ന് കൊടുക്കുക. ഓക്കെ, അറേഞ്ച് ചെയ്യാൻ അറേ എന്നുള്ളതിന്റെ അറേന് പകരം അറേഞ്ച് കൊടുത്തിട്ട് ദെൻ ഏതുവരെ സ്റ്റാർട്ടിങ് പോയിന്റ് 1 മുതൽ എനിക്ക് 20 എണ്ണം വരണം ടോട്ടൽ, അഥവാ ടോട്ടൽ 19. ഇതിന് സ്റ്റെപ്പ് സൈസ് 2 ആണ്. അപ്പോൾ 1 വന്നാൽ പിന്നെ 2 വരരുത്, 3 വരണം, ആ രീതി. ഓക്കെ, നമുക്ക് ബി എൻ്റർ നോക്കാം. ബി എൻ്റർ കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ ഡയമെൻഷൻ അറേയാണ്. 1 വന്നു, പിന്നെ 3 ആണ് വന്നത്, പിന്നെ 5 വന്നു, 9 11 13 15 19 വരെ വന്നു. ഓക്കെ, ഇതിൽ ഈ കൊടുത്ത ഇത് എന്തായിരിക്കൂല, ഇൻക്ലൂഡഡ് ആയിരിക്കൂല. മനസ്സിലായല്ലോ?
അപ്പോൾ അതാണിത്. ഇതിൻ്റെ ഷേപ്പും ഇതും അറിയണമെങ്കിൽ സെയിം സാധനം ഞാൻ പ്രിൻ്റ് എടുക്കുന്നു, കോപ്പി എടുക്കുന്നു, എ കോവർ ബി നാക്കുന്നു, ഒന്ന് മുതൽ 10 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി. ഇനി ഇത് നെഗറ്റീവ് രീതിയിൽ നമുക്ക് ഇതാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് സി എന്നെടുക്കാം. സി ടു എൻ പി ഡോട്ട് അറേഞ്ച് സ്റ്റാർട്ടിങ് ഇത് എനിക്ക് 44, പിന്നെ ഓരോന്ന് കുറഞ്ഞ് വരണം. 44 മുതൽ 1 വരെ വരണം. ഓക്കെ, അതെന്തായിരിക്കണം? മൈനസ് ആയിട്ട് വരണം. -1 ഈ രീതിയിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, റൺ ചെയ്തു സി എടുത്ത് എൻ്റർ അടിക്കാം. 44, 43 അങ്ങനെ അപ് ടു എത്ര വരെ വന്നു? 2 വരെ വന്നു. 2 എന്തുകൊണ്ട് 1? ഇവിടെ 1 44 സ്റ്റാർട്ടിങ് ആണ്, 1 ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ 1 വരൂല, അതുകൊണ്ട് 2 വന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇനി വേണമെങ്കിൽ ഈ അറയിൽ നമ്പർ അറയിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റും കൊണ്ടുവരാം. അത് സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വി എന്നെടുക്കുക. വി ഈക്വൽ ടു എൻ പി ഡോട്ട് അറേഞ്ച് എത്രയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് 2, ദെൻ ഫിനിഷിംഗ് പോയിന്റ് 24, ദെൻ എനിക്കിത് വരുന്നത് എന്തായിട്ട് വരണം? എനിക്കൊരു 2.5 വെച്ചിട്ട് ആഡ് ചെയ്ത് വരണം. 2.5 സ്റ്റെപ്പിംഗ് സൈസ് 2.5 VCNP ഡോട്ട് അറേഞ്ച് എന്നായില്ല അല്ലേ? അറേഞ്ച് ഓക്കെ, റെഡി ആയിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അത് ശരിയായിട്ട് കിട്ടൂല. ഓക്കെ, വി എൻ്റർ. ഓക്കെ, അപ്പോൾ 2.2 4.5 അങ്ങനെ ഫ്ലോട്ടിംഗ് പോയിന്റിലൊക്കെ വന്നത്. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റിൽ നമുക്ക് അത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എൻ പി ഡോട്ട് അറേ. ഇത് അറേ എൻ പി ഡോട്ട് അറേ കൊടുക്കുക. അറേ വേറെ അറേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അത് അതേപോലെ അറേനെ നമ്മൾ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. 2 3 5 7 8 9 10. ഓക്കെ, എക്സ്റ്റെൻഡർ 11 3 ഈ രീതിയിൽ കിട്ടി. ഇപ്പൊ ഇത് നോർമൽ ഇൻറ്റിജർ ടൈപ്പ് അറേയാണ് വന്നത്. ഇതിനെ നമുക്ക് എന്താ പറയല്, ഫ്ലോട്ട് ടൈപ്പ് ആക്കണമെങ്കിൽ, അറേനെ ഫ്ലോട്ട് ടൈപ്പ് ആക്കണമെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇടുക. എന്നിട്ട് അവസാനം ഡോട്ട് ആസ് ടൈപ്പ് കൊടുക്കുക. ആസ് ടൈപ്പ് ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കും. റൺ ആയിട്ടുണ്ട്. ദെൻ എക്സ്റ്റെൻഡർ. ഓക്കെ, അപ്പോൾ 11.0 3.0 ആ രീതിയിൽ ഇത് ഫ്ലോട്ട് ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ എഴുതിയാൽ നമുക്ക് ഇൻറ്റിജർ ആയിട്ടാണ് അറേ വരുന്നത്. പക്ഷെ ഫ്ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാം. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ഇൻറ്റിജർ ആക്കണമെന്നുണ്ടെങ്കിൽ എക്സിനെ ഇനി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് വീണ്ടും എന്താക്കണം, എക്സ് ആസ് ടൈപ്പ് ഇൻറ്റു ബ്രാക്കറ്റിൽ ഇൻറ്റു കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഇൻറ്റായിട്ട് കൺവേർട്ട് ചെയ്തു.
അപ്പോൾ ഇതിനെല്ലാം ഈ രീതിയിലെല്ലാം നമുക്ക് എന്താക്കാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ലിസ്റ്റിലൊക്കെ പഠിച്ച പോലെ ഇതിലെ ഇൻഡെക്സിന് എങ്ങനെ എടുക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു എ ഈക്വൽ ടു ഒരു ഇതുണ്ടാക്കുക, എന്താ പറയുക, അറേ ഉണ്ടാക്കുക. എൻ പി ഡോട്ട് അറേഞ്ച് എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ 2 R ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ പൈത്തണിന്റെ നമ്പയിൽ നമുക്ക് ഒരു ഇതേ ഉള്ളൂ കേട്ടോ, ഒരു R ഉണ്ടാവുള്ളൂ. ഓക്കെ, അറേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താവും, എറർ വരും. ഉദാഹരണം 1 മുതൽ 1 വേണം, സ്റ്റാർട്ടിങ് മുതൽ 1 എനിക്കൊരു 30 വരെ വേണം. ഒരു 2 സ്റ്റെപ്പ് സൈസ് കൊടുത്തിട്ട് കൊടുക്കുന്നു. റൺ ആയിട്ടുണ്ട്. വീണ്ടും എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്ത് അപ്പോൾ എനിക്ക് അറേ കിട്ടിയിട്ടുണ്ട്. 1 മുതൽ 1 ഇടപെട്ടിട്ടുള്ള അപ് ടു 30 വരെയുള്ളതിലെ അറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉദാഹരണത്തിൽ ഇനി ഇതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇൻഡെക്സ് 0, ഇത് 1, ഇത് 2. അപ്പോൾ 5ൻ്റെ ഇൻഡെക്സ് 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 5 മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇതിനെടുക്കാൻ കഴിയും. അതെങ്ങനെ നോക്കാം. എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് 012 അല്ലേ, 2 എടുത്ത് റൺ ചെയ്താൽ np ഡോട്ട് int 5 കിട്ടി. ഇതാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഇൻഡെക്സ് വെച്ചിട്ട് വാല്യൂ, നമുക്ക് അറേയിലെ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എത്രാമത്തെ ഇൻഡെക്സ്, അപ്പോൾ 3 കണ്ടോ. അപ്പോൾ അറേ ഓഫ് 7 ആണ് 3ാമത്തെ ഇൻഡെക്സ്. 0 1 2 3. ഓക്കെ, 7. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻഡെക്സിനെ ആക്സസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എ ഓഫ് ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ടിങ് 1 വേണം. ഇനി സ്ലൈസിങ് ആണ്, സ്ലൈസ് ചെയ്ത് ഫിനിഷിങ് എത്രയാണ്, 5. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് സ്ലൈസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് എത്ര, 1, 1ാമത്തെ ഇൻഡെക്സ് 3 ആണ്. ഓക്കെ, പിന്നെ ഫിനിഷ് 5 വരെ പോകണം. അപ്പോൾ 5 ഇൻഡെക്സ് വരെ പോകണം. പിന്നെ നമുക്ക് 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5ാമത്തത് എക്സ്പ്ലോഡഡ് ആണ്. അപ്പോൾ അതാണ് ഈ രീതിയിൽ അറേ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ np.array സ്ലൈസ് ചെയ്തത്. ഇനി അതേപോലെ വേറൊരു ഇത് നോക്കുന്ന വെച്ചാൽ എ ഓഫ് സ്റ്റാർട്ടിങ്ങിൽ 1 തന്നെ, ഫിനിഷിങ് ഞാനൊരു 8 കൊടുക്കുന്നു. പിന്നെ സബ് സൈസ് 2 കൊടുക്കുന്നു. ഫിനിഷിങ് അറേ ബട്ട് യുവർ ഇൻറ്റൻഡഡ്. ഓക്കെ, സോറി, ഇത് അറേ ഇങ്ങനെയല്ല, സ്ലൈസിങ് ആകുമ്പോൾ മറ്റേ ഇതാണ് കൊടുക്കേണ്ടത്, കോളൻ കിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ടിങ് 3ൽ 1 കിട്ടി, 1ാമത്തെ ഇൻഡെക്സ്. പിന്നെ 2 സ്റ്റെപ്പ് വിട്ടിട്ടാണ് ഇത് വന്നത്. സ്റ്റാർട്ടിങ് 1 എന്ന് പറഞ്ഞത് 3 ആണ്. പിന്നെ 2 സ്റ്റെപ്പ് സൈസ്, അപ്പോൾ 1 ബാക്കി ഇത് എടുക്കും, 2ാമത്തെ ഇൻഡെക്സ്. എ വരും, ഉണ്ടോ, എ, ദെൻ 11, 15, അപ് ടു എത്ര വരെ പോകണം, 8 വരെ പോവാം. ഓക്കെ, 8ാമത്തെ ഇൻഡെക്സ് എൻ്റെ അടുത്ത് വരെ പോകും. അപ്പോൾ 0 1 2 3 4 5 6 7 8 17 വരെ. 17 എക്സ്പ്ലോർഡ് ആണ്. അപ്പോൾ 15 വരെ വരുള്ളൂ. ഓക്കെ, കണ്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയാൻ സ്ലൈസ് ചെയ്യാനും പറ്റും.
ഇനി ഈ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈസിങ് ചെയ്ത സാധനം അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അത് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഏഴാമത്തെ ഇത് മുതൽ ഏഴാമത്തെ ഇൻഡെക്സ് മുതൽ എന്താക്കണം, അതിനെ എനിക്ക് സെലക്ട് ചെയ്യണം. പക്ഷെ അത് ഈക്വൽ ടു ഞാൻ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, 100 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇത് വർക്കാണ്ട് നോക്കണം. അത് വർക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എ എന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന് ശേഷമുള്ളത് മൊത്തം 100 ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് എന് ശേഷമുള്ള ഇൻഡെക്സ് അഥവാ 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 എക്സ്ക്ലൂഡഡ് ആണ്. എന് ശേഷം എന്ന് പറഞ്ഞാൽ 15-ന് ശേഷമുള്ളത് മൊത്തം 13, 15 ശേഷമുള്ളത് 100 ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയും ചെയ്യാം. അത് അങ്ങനെ ഈ അപ്ഡേഷൻ നമുക്ക് അറേയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, np.array. എന്നാൽ നോർമൽ ലിസ്റ്റ് ആണെങ്കിലോ, ഉദാഹരണത്തിന് ലിസ്റ്റ് ഞാനൊരു ബീസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റ് ഓഫ് റേഞ്ച് എത്ര മുതലാണ് സ്റ്റാർട്ടിങ് 1, എൻഡിങ് 11 വരെ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ബി എൻ്റർ കൊടുത്താൽ ആ ലിസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ ഇതിനെ കൊടുത്തോളാം. ബി ഓഫ് 3 മുതൽ 3 ഇൻഡെക്സ് മുതൽ എനിക്ക് എന്താക്കണം, ഇതിനെ 100 അപ്ഡേറ്റ് ചെയ്യണം. കണ്ടോ, എററാണ്. ക്യാൻ ഓൺലി അസൈൻ ഐട്രബിൾ. കണ്ടോ, അപ്പോൾ ലിസ്റ്റ് നമുക്ക് ഡയറക്റ്റ് അപ്ഡേഷൻ നടത്തില്ല. എന്നാൽ നോർമൽ ലിസ്റ്റ്, എന്നാൽ ഈ അറേ ആണെങ്കിലോ, പിന്നെ നമ്പർ ആറാണെങ്കിൽ അതിനെ നമുക്ക് സിമ്പിളായിട്ട് എന്താക്കാൻ പറ്റും, അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയൊരു പുതിയൊരു സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ മാസ്കിങ് ഇൻ നമ്പർ. അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നായിട്ട് ഞാൻ ആദ്യം മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ ആദ്യം ഒരു എന്നുള്ള ഒരു അറ ഉണ്ടാക്കാം. അറേഞ്ച് എന്താണ്, അറേഞ്ച് 1 മുതൽ ഒരു 30 വരെ. അറേഞ്ച് np.arrange എന്നാണല്ലോ അല്ലേ. അതായത് സ്റ്റാർട്ടിങ് ആകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, np.arrange കൊടുത്താൽ മാത്രമേ ഇത് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1 മുതൽ എന്നല്ലേ എന്നുണ്ട്. 29 വരെ കിട്ടിയിട്ടുണ്ട്. ഇനി മാസ്കിങ് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ എന്നിനെ എന്താക്കുന്നു, n മോഡുലസ് ഡിവൈഡ് ബൈ 2 കൊടുക്കുന്നു. 0. ഈ ഒരു ഫംഗ്ഷന് ഞാൻ മോഡുലസ് ആണോ അഥവാ n മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ ട്രൂ വരും. അപ്പോൾ തന്നെ 2 ഡിവൈഡ് ബൈ 2 എടുത്താൽ അതിൻ്റെ സിസ്റ്റം എത്രയാണ്, 0 ആണ്.
അപ്പോൾ മോഡുലസ് ഡിവിഷൻ നമ്മൾ പൈത്തണിൽ പഠിച്ചതാണ്. മോഡുലസ് ഡിവിഷൻ വരുന്നത് എപ്പോഴും 0 റിമൈൻഡർ വരുന്നത് റിമൈൻഡർ മാത്രമാണ് കൺസിഡർ ചെയ്യല്. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ട്രൂ വരും, മറ്റേത് ഫാൾസ് വരും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ എന്നിനെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ 1/2 ആണെങ്കിൽ റിമൈൻഡർ 0.1 അല്ല 0.1 വന്നില്ലേ, അപ്പോൾ അത് ഫാൾസ് ആണ്. അപ്പോൾ 2/2 എന്നാൽ റിമൈൻഡർ 0 ആണ്, അപ്പോൾ ട്രൂ. അങ്ങനെ ഇതിനെ ഈ അറേനെ ഞാൻ ഈ രീതിയിൽ എന്താക്കി എടുത്തു, ഞാൻ ട്രൂ ഫാൾസ് എന്നുള്ള രീതിയിൽ എടുത്തു. ട്രൂ ഫാൾസ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ട്രൂ ആയ കാര്യത്തിന്റെ ആ നമ്പേഴ്സുകളെല്ലാം എനിക്ക് അതേപോലെ വരണം. ഇങ്ങനെയല്ല, ഇത് ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രൂ ഉള്ള നമ്പേഴ്സ് എല്ലാം നമ്പർ മാത്രം വരണം, ട്രൂ ഫാൾസ് എന്ന് പകരം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെയിം ഇത് തന്നെ, പക്ഷെ ഇതിനെ കോപ്പി ചെയ്തോടെ എടുക്കുക. അതിന് ശേഷം അതിനൊരു ഇൻഡെക്സിന്റെ അണ്ടറിലാക്കി കൊടുക്കുന്നു. ഓക്കെ, ഈ ഓപ്പറേഷൻ ഇൻഡെക്സിന്റെ അണ്ടറിൽ കൊടുക്കും. അപ്പൊ എന്തായി, ആ ഇൻഡെക്സിൽ ഇത് റൺ ചെയ്യുമ്പോൾ ആ ഇൻഡെക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് എന്തായി, അതിന്റെ വാല്യൂ മാത്രം ഇവിടെ കിട്ടി. ഉദാഹരണത്തിന് ഇത് ഇൻഡെക്സിന്റെ ഈ ഓപ്പറേഷൻ നമ്മളൊരു ഇൻഡെക്സിന്റെ ഉള്ളിൽ കൊടുത്തതാണ് ചെയ്തത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ ആ ഇൻഡെക്സ് ഔട്ട്പുട്ട് സാറ്റിസ്ഫൈഡ് ട്രൂ എന്നത് മൊത്തം അതിന്റെ വാല്യൂസ് ഇവിടെ നമുക്ക് കിട്ടുന്ന രീതിയിൽ കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് എങ്ങനെ ഒരു ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടാം. നിങ്ങൾ നോക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ. യു ആർ എ ഡാറ്റ അനലിസ്റ്റ് ഇൻ എയർബിഎൻബിയിൽ നിങ്ങൾ ഡാറ്റ അനലിസ്റ്റ് ആണ്. യു ആർ വർക്കിംഗ് വിത്ത് NPS ഡാറ്റ അഥവാ നെറ്റ് പ്രൊമോട്ടർ സ്കോർ ഡാറ്റ നിങ്ങളെ കയ്യിലുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും. ഹൗ likely is that you would recommend Airbnb friend or colleague? Net promoter score അഥവാ NPS ഡാറ്റ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു യൂസ് ചെയ്ത ഒരു സർവീസ് അത് നിങ്ങളെ ഫ്രണ്ട്സിന് എത്രത്തോളം റെക്കമെൻഡ് ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് ഈ NPS ഡാറ്റ അനാലിസിൽ NPS ഡാറ്റ അനാലിസ് ചെയ്തിട്ട് ഡാറ്റ നമുക്ക് തരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, ഈ നോട്ട് അറ്റ് ആൾ ലൈക്ലി ആണെങ്കിൽ 0 to നമുക്കൊരു സർവേ വരുമ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഉദാഹരണത്തിൽ കസ്റ്റമർ കെയറിൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ 1 മുതൽ 5 വരെയുള്ള ഒരു സ്റ്റാറിൽ ഏതെങ്കിലും ടൈപ്പ് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അതേപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ അനാലിസിന് വേണ്ടിയിട്ടാണ് ഈ NPS ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 0 to 10 വരെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു അനാലിസിൽ നമുക്ക് ഡാറ്റകൾ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 9ഉം 10ഉം ആണെങ്കിൽ നമ്മൾ പ്രൊമോട്ടറാണ്. അപ്പോൾ ഈ ഒരു സർവീസ് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും. ഇനി 7 to 8 ആണെങ്കിൽ നമ്മൾ ന്യൂട്രലാണ്. നമ്മൾ എന്താണ് പറയല്, പ്രൊമോട്ടർ അല്ല, നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താണ് സാറ്റിസ്ഫൈഡ്, പക്ഷെ നമ്മൾ വേറെ ആളോട് പറയില്ല. അപ്പോൾ എന്നാൽ 1 to 6 വരെ ആണെങ്കിലോ നമ്മൾ ഡിട്രാക്ടേഴ്സ് ആണ്, അഥവാ നമ്മൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിന് NPS ഡാറ്റ ഇതാക്കാം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ NPS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടർ മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിട്രാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, യൂഷ്വലി മൈനസ് 100ൻ്റെ ഇടയിലാണ് വരുന്നത്. യൂഷ്വലി 60 and above ഈസ് കൺസിഡേർഡ് ഗ്രേറ്റ്. അപ്പോൾ 60% ആണെങ്കിൽ എന്താക്കും, നമ്മൾ
ഒരു ഗ്രേറ്റ് ആയിട്ടാണ് ആ സർവേയിൽ നമ്മൾ എന്തായത് നമ്മളെ പ്രൊഡക്റ്റ് സർവീസ് അത്യാവശ്യം നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യല് നോക്കാം. ഈ കാര്യം ഇപ്പൊ ഓൾറെഡി 30 മിനിറ്റ് ആയി. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇത്ര വരെ, അല്ലെങ്കിൽ വേണ്ട, ഒരു പെട്ടെന്ന് നമുക്ക് ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാറ്റ ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് ലോഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഡാറ്റനെ നമുക്ക് ലോഡ് ചെയ്ത് ഡാറ്റനെ എന്താക്കണം, നമുക്ക് ഒരു സ്കോർ എന്നുള്ളതിൻ്റെ അണ്ടറിൽ ഒരു വേരിയബിളിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ np.load ടെസ്റ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് survey.txt ഇതാണ് അതിൻ്റെ കണ്ടന്റിന്റെ നെയിം, survey.txt. ഓക്കെ, ടെസ്റ്റ് txt. ഇതിന്റെ ടൈപ്പ് എന്താണ്, ഡി ടൈപ്പ്. പിന്നെ ഞാൻ എന്താക്കി, ഇൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ഇൻഡിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് survey.txt ഡി ടൈപ്പ് ഇവിടെ കോമ ഇടണം. ഇത് ഇതേപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലോഡ് ചെയ്ത സ്ഥാനത്തിന് നമ്മൾ ഈ സ്കോഴ്സിന്റെ അണ്ടറിൽ, ഈ വേരിയബിൾ അണ്ടറിൽ ഈ ഡാറ്റകളെല്ലാം കൊണ്ടുവന്ന്, അപ്പോൾ np.load.text എന്നുള്ള ഇത് കൊടുത്തിട്ട് നമ്മൾ, ഇതാണ് നമ്മളെ നെയിം, ആ ലോഡ് ചെയ്ത സാധനത്തിന്റെ നെയിം, അതിനെ നമ്മൾ ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതിനാണ് ഡി ടൈപ്പ് നമ്മൾ യൂസ് ചെയ്ത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് റൺ ആയിട്ടുണ്ട്. ഇനി ആ ഡാറ്റകളൊന്ന് കാണാൻ വേണ്ടിയിട്ട് സ്കോർ അടിക്കുക, സ്കോർ അടിച്ച് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിൽ ഡാറ്റകളിലുള്ള ഇത്ര മുതൽ ഇത്ര വരെ ഉണ്ട്, ഒരു അറായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പും സൈസും ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ പ്രിന്റ് സ്കോർസ് ഡോട്ട് എൻഡ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ സ്കോർ ഡോട്ട് നമ്മൾ നേരത്തെ പഠിച്ചത് സ്കോർ ഡോട്ട് ഷേപ്പ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഷേപ്പ് പറയാം. ഇപ്പോൾ ടോട്ടൽ എത്ര, ഇത് 1 ഡയമെൻഷൻ ആരാണ്, പക്ഷെ ഇതിന് എൻട്രീസ് എത്ര, 1167 എൻട്രീസുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയാം ഇതിന്റെ പെർസെൻറ്റേജ്, ഇത് അനാലിസിന്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടാണ് NPS സ്കോറിന്റെ. NPS എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടർ, NPS മീൻസ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്നുള്ളത് എങ്ങനെയാണ്, പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടർ മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിട്രാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഇതിപ്പോൾ ഡാറ്റകൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ പ്രൊമോട്ടേഴ്സിനെയും അതുപോലെ ഡിട്രാക്ടേഴ്സിനെയും നമ്മളെ ഈ ടോട്ടൽ ഡാറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അതെങ്ങനെ നമുക്ക് നോക്കാം. നമ്മൾ ഡാറ്റ അനാലിസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൊമോട്ടേഴ്സ് നടക്കണം. പ്രൊമോട്ടർ എന്നുള്ള ഒരു വേരിയബിൾ അണ്ടറിൽ പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ഈ വേരിയബിൾ അണ്ടറിലേക്ക് ഞാൻ നമ്മള് സ്കോർ ഡാറ്റനെ കൊണ്ടുവരാം. എങ്ങനെയാ വെച്ചാൽ സ്കോർ, നമുക്കറിയാം പ്രൊമോട്ടേഴ്സ് ആണ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്, അഥവാ 9ഉം 10ഉം ഉള്ളതാണ് പ്രൊമോട്ടേഴ്സ്. അതിന്റെ സമ്മ് ഞാൻ എടുക്കുന്നു, ടോട്ടൽ സമ്മ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ. സമ്മ് ഇവിടെ സമ്മാകുമ്പോൾ ബ്രാക്കറ്റ്, സാധാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രൊമോട്ടേഴ്സ് കിട്ടി. അപ്പൊ അത് എത്രയാന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊമോട്ടേഴ്സ് എത്ര കിട്ടിയത്, 609 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 609 അതിന്റെ സം.
ഇനി അതേപോലെ നമ്മൾ ഡിട്രാക്ടേഴ്സിന് കിട്ടണം. Dictators is equal to bracket open ചെയ്യുക, score of or less than or equal to r അല്ലേ, 0 to r വരെയാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു r, അപ്പോൾ 0 to r വരെ. അതിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. സം എടുക്കുക. ഇത് നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശരിയായിക്കോളും. ഓക്കെ, ഡിട്രാക്ടേഴ്സ് ഓക്കെ. അപ്പോൾ അത് 332 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ സമ്മ് എത്ര ആളുണ്ട്? 609 ഉണ്ട്. ഡിക്റ്റേറ്റേഴ്സ് 319 ഉണ്ട്. പക്ഷെ നമുക്കറിയാം പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, ഇത് പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടേഴ്സ് മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിക്റ്റേറ്റേഴ്സ് അല്ലേ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് കാണണം. അപ്പോൾ പെർസെൻറ്റേജ് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് കാണുക, ടോട്ടൽ റെസ്പോൺസ് എത്ര നോക്കുക. ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്കോർ ഓഫ് ലെങ്ത് ഓഫ് സ്കോർ ആയിരിക്കും അല്ലേ. അത്ര ആൾക്കാരല്ലേ ഉണ്ടാവില്ല. സ്കോർ ടോട്ടൽ റെസ്പോൺസ്. അപ്പോൾ അത് ടോട്ടൽ റെസ്പോൺസ് എത്ര ഉണ്ടാവുന്നത്? ടോട്ടൽ റെസ്പോൺസ് അത് നമുക്കറിയാം 1167. ഈ പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിക്കണം. അത് മൈനസ് പെർസെൻറ്റേജ് ഓഫ് ഡിട്രാക്ടേഴ്സ് ആണ് നമ്മൾ NPS സ്കോർ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ പ്രൊമോട്ടർ തന്നെ ഓക്കെ. അപ്പോൾ NPS, അപ്പോൾ ആദ്യം പെർസെൻറ്റേജ് കാണണം. അപ്പോൾ പ്രൊമോട്ടറിന് പെർസെൻറ്റേജ് ഓഫ് പ്രൊമോട്ടർ ഇങ്ങനെ എഴുതിയാൽ ഓക്കെ നോക്കാം. പ്രൊമോട്ടേഴ്സ് ഈക്വൽ ടു promoters minus promoters divided by total response into 100. okay, not one. okay, ഇതെന്താ പ്രശ്നം? ഇങ്ങനെ പെർസെൻറ്റേജ് എഴുതിയാൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. ഈ ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരിക്കലും ഇങ്ങനത്തെ സിമ്പിൾ വെച്ചിട്ടായിരുന്നു. ഓക്കെ, പെർസെൻറ്റ് പ്രൊമോട്ടർ ഇപ്പോൾ ഓക്കെ. ആ പെർസെൻറ്റ് പ്രൊമോട്ടർ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ പെർസെൻറ്റ് ഓഫ് ഡിക്റ്റേറ്റേഴ്സിന് കണ്ടുപിടിക്കണം. പെർസെൻറ്റ് ഡിക്റ്റേറ്റേഴ്സ് is equal to ഡിട്രാക്ടേഴ്സ് divided by total response. ടോട്ടൽ റെസ്പോൺസ് രണ്ടാക്കും സെയിം ആണ്. ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ അത് രണ്ടായി. ഇപ്പോൾ പെർസെൻറ്റേജ് ടോട്ടൽ പ്രൊമോട്ടേഴ്സ് ഡിക്റ്റേറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി നമുക്ക് NPS സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. NPS പറഞ്ഞാൽ നെറ്റ് പ്രൊമോട്ടർ സ്കോർ. പ്രൊമോട്ടേഴ്സ് സ്കോർ ആണ് NPSന്റെ ഫുള്ള്. നെറ്റ് പ്രൊമോട്ടർ സ്കോർ അത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്താണ് NPS ഈക്വൽ ടു percentage of promoter minus percentage of detractors. Sorry, percentage of detractors. ഓക്കെ, ഇതാണ് NPS സ്കോർ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ NPS റൺ ചെയ്താൽ മതി.
ഓക്കെ. അപ്പോൾ 23% ആണ് ഇതുള്ളത്. അപ്പം ഓക്കെ, 23% ആണ് നമ്മളെ NPS സ്കോർ. പക്ഷെ അങ്ങനെയാണെങ്കിൽ NPS സ്കോർ 23% ആണെങ്കിൽ എത്ര വരണം? നോർമലി എത്ര വരണ്ടേ? യൂഷ്വലി 60 ആൻഡ് അബോവ് ഇസ് കൺസിഡർഡ് ഗ്രേറ്റ്. അപ്പം ലോവസ്റ്റ് ഫ്രോം NPS സ്കോറാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് എക്സ്ട്രാ ലോങ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെന്തായി ഒരു ഡാറ്റ അനാലിസിസിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും നന്ദി.